അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് വ്ലോഗ്സ്. നമ്മൾ വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം. അപ്പോൾ ഗൈസ്, ഞാനീ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ നല്ല സൗണ്ടാണ്. ഞങ്ങളിന്ന് വീവേഴ്സ് കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ്, ബാംഗ്ലൂരിൽ. ഇവിടെ നമുക്ക് നെയ്ത്ത് ശാലകളാണ്. നെയ്ത്ത് ശാലകളിൽ നമ്മൾ ഒന്ന് കയറി. അതായത് ഭയങ്കര പഴയ രീതിയിലുള്ള ട്രഡീഷണൽ നെയ്ത്തും പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. ഇതിനകത്ത് ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ട് എനിക്ക് ഓഡിയോ ഇൻസൈഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്യാം. ഇതുപോലെ എൻ്റെ കൂടെ ജോബി ബ്രോ ഉണ്ട്, പുള്ളിയായിരിക്കും വീഡിയോ ചെയ്യുന്നത്. ഡീറ്റെയിൽസ് ഞാൻ പുറകെ പറയാം. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഞാനിതിൻ്റെ മേളിൽ കൂടെ ഒരു വോയിസ് ഓവർ ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഭയങ്കര സൗണ്ടാണ്. നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ജോബി ഓൾറെഡി ജോബിയുടെ ചാനലിന് വേണ്ടി റെക്കോർഡിങ്സ് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ആദ്യത്തെ ഒരു പവർ ലൂം കാണാനായിട്ടാണ് നമ്മളിവിടെ കയറിക്കുന്നത്. അപ്പോൾ നമുക്ക് പവർ ലൂമും ഹാൻഡ് ലൂമും രണ്ടും നമ്മൾ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. നമ്മൾ ആദ്യം ചെന്ന സ്ഥലത്ത് തന്നെ അവർ നമ്മൾ അനുവദിച്ചു കേട്ടോ കയറാനായിട്ട്. അതുപോലെ ജോബി ബ്രോയുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയും അവരുമായിട്ടുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ പുള്ളി ഒരു ഡോക്യുമെൻ്ററി സ്റ്റൈലിലാണ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് കാണാം. ഞാൻ ലിങ്ക് താഴെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് ബാംഗ്ലൂരിലെ വീവേഴ്സ് കോളനി എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഫുള്ള് നമ്മുടെ റോട്ടിൽ കൂടെ പോയാൽ ഈ ഒരു മെഷീൻ്റെ സൗണ്ട് കേൾക്കാം. അവിടെ കുറേ ഉണ്ട്. ഒരു സ്ട്രീറ്റിൽ തന്നെ ഏകദേശം 10-15 ഇതുപോലെ ലൂംസ് നമുക്ക് കാണും. അങ്ങനെ കുറേ സ്ട്രീറ്റുകളുള്ള ഒരു ചെറിയ മാർക്കറ്റും എല്ലാം കൂടി ഒരു സ്ഥലമാണ്. നമ്മുടെ ഉദ്ദേശം ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി സ്റ്റൈലിൽ ഇൻറ്റീരിയറിൽ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണ്. ജോബി ബ്രോ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസും ചെയ്യുന്നുണ്ട്. അതുപോലെ കേസ് ഈ വീഡിയോയിൽ എനിക്ക് നമ്മുടെ ഓൺ ടൈം നമുക്ക് ആ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് എടുക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതല്ല. ചില ഫോട്ടോസ് ഓൺ ടൈം, ചില ഫോട്ടോസ് ബാക്കി വരുന്ന ഫോട്ടോസിലൂടെ ഒന്ന് മിക്സ് ആക്കിയുമായിരിക്കും ഞാൻ ഇടുന്നത്. ഈ ഒരു ചാൻസ് കിട്ടിയത് നമുക്ക് വളരെ സന്തോഷം തന്നൊരു സംഭവമാണ്. അതായത് നമുക്ക് അധികം ദൂരം ലോങ് ഡിസ്റ്റൻസ് ഒന്നും പോകേണ്ടി വന്നില്ല. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് കാണാനും സാധിച്ചു. ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ, ഡയറക്റ്റ്ലി പോയിട്ട്. അതുപോലെ എൻ്റെ എഡിറ്റിംഗ് പ്രോസസ്സൊക്കെ വലിയ എഡിറ്റിംഗ് ഒന്നും ചെയ്തില്ല കേട്ടോ. ഒരു ചെറിയ കളർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചില ഫോട്ടോസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി എന്നല്ലാതെ വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ പട്ട് സാരികൾ പല കളറിലും ഉള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മളെടുത്ത ഫോട്ടോസ് ഇതൊക്കെയാണ്. അതുപോലെ ഫോട്ടോസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് സെക്ഷൻ കൊടുക്കുക. അതുപോലെ നമുക്ക് ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി സ്റ്റൈലിലുള്ള കാര്യങ്ങൾ കൂടുതൽ വേണമെന്നുള്ളവരെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ ആദ്യത്തെ നെയ്ത്തുശാലയിൽ കയറി കേട്ടോ. അപ്പോൾ 1-2 ആൾക്കാരെയൊക്കെ നമ്മുടെ ജോബി പ്രോ പരിചയപ്പെട്ടു. കന്നഡയിലാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കന്നഡയിലൊന്നും അറിയാത്തതുകൊണ്ട് ഇങ്ങനെ അടുത്ത് പോയി നിന്നു കേൾക്കുന്ന പോലെയൊക്കെ. അപ്പോൾ നമുക്കിനി ജോബി പ്രോയുടെ കുറച്ച് ഇൻ്റർവ്യൂസൊക്കെ ബാക്കിയുണ്ട്. ഇൻ്റർവ്യൂസ് എന്ന് പറഞ്ഞാൽ ഈ നെയ്ത്തുകാരുടെ പുള്ളി ഒരു ഡോക്യുമെൻ്ററി പോലെയാണ് പുള്ളിയുടെ ചാനൽ ചെയ്യുന്നത്. അപ്പോൾ അത് ലിങ്ക് ഞാൻ താഴെ ഇടാൻ ചാനലിൻ്റെ. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കാണാം. കന്നഡയിലായിരിക്കും മറ്റേ ഈ ഡോക്യുമെൻ്ററി സെറ്റപ്പൊക്കെ. പക്ഷേ വോയിസ് ഓവറൊക്കെ ജോബി പ്രോ ചെയ്യുന്നത് മലയാളത്തിലാണ്. അപ്പോൾ ആ ചാനലും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിന്ന് വീവേഴ്സ് കോളനിയിൽ അടുത്ത നെയ്ത്തുശാലയിലേക്ക് നമുക്ക് പോകാം. അതുപോലെ പറ്റുവാണെങ്കിൽ വൈഫിന് ഒരെണ്ണം മേടിച്ചുകൊണ്ട് പോകാനും കൂടെ നോക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ നെയ്ത്തുശാല കിട്ടി കേട്ടോ. ഇവിടെ നമ്മുടെ ജോബി ബ്രോ ഇങ്ങനെ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് കന്നഡ അറിയാത്തതുകൊണ്ട് ഇവിടെ അലൗഡ് ആണെങ്കിൽ നമുക്ക് കയറാം. എല്ലായിടത്തും അലൗഡ് ചെയ്യുമെന്ന് നമുക്ക് തോന്നുന്നില്ല. നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ അലൗഡ് അല്ലെന്ന് തോന്നുന്നുണ്ട്. അലൗഡ് അല്ല ബ്രോ. ഓണർ ചോദിക്കണം. അത് സെയിം സെറ്റപ്പ്. അതുപോലെ കഴിച്ച് നമ്മൾ ഈ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക്
എല്ലാ സൈഡിൽ നിന്നും മറ്റേ ഈ നെയ്ത്തിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാം. ഫുള്ള് ഇവിടെ നെയ്ത്തിൻ്റെ പരിപാടിയാണ്. നെയ്ത്ത് മാത്രമല്ല, വേറെ എല്ലാ ബിസിനസ്സും ഉണ്ട്. പക്ഷേ ഇവിടെ വന്നാൽ നമുക്ക് ഈ നെയ്ത്തിൻ്റെ കാര്യങ്ങൾ ഒത്തിരി, നമുക്ക് ആ മെഷീൻ്റെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം. ഇതാണ് അപ്പോൾ വീവേഴ്സ് കോളനി. അങ്ങനെ ഞങ്ങൾ നടന്ന് കേസൊരു വേറൊരു ഭാഗത്ത് വീവേഴ്സ് കോളനി തന്നെയാണ് കേട്ടോ. കുറേ ദൂരം നടന്നു. ഇനി ഞങ്ങൾക്ക് മീൻസ് ഓൾമോസ്റ്റ് പവർ മിൽസ് അല്ലെ പവർ ലൂമുകളൊക്കെ ഏകദേശം ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളൊരു ഹാൻഡ് ലൂം കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമത്തിലാണിപ്പോൾ. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ജോബി ബ്രോ ഒരാളുമായിട്ട് സംസാരിച്ചു, 1-2 പേരായിട്ട് സംസാരിച്ചു. പക്ഷേ ഇവിടെ ആൾക്കാരൊക്കെ നല്ല കോപ്പറേറ്റീവാണ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഒരാൾ ഹാൻഡ്ലൂം തപ്പി നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഹാൻഡ്ലൂം കിട്ടണമെങ്കിൽ ഒരാൾ നമ്മുടെ സ്കൂട്ടറിൻ്റെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. പുള്ളി നമുക്ക് ഹാൻഡ്ലൂം ചെയ്യുന്ന ലൊക്കേഷൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ ആൾ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് മെഷീനാണ്, കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഇനി നമുക്ക് ഹാൻഡ്ലൂം, ഇങ്ങോട്ടാണ് ആൾ പോയത്. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ ദൂരം പുള്ളിയെ തപ്പി നടന്നു. പിന്നെ പുള്ളി ഏതോ വഴി പോയി. ഞങ്ങൾക്ക് വേണ്ടി പുള്ളി വെയിറ്റ് ചെയ്ത് കാണും. പക്ഷേ ഞങ്ങൾക്ക് പുള്ളിയെ മിസ്സായി. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ അവിടെ കറങ്ങി നടന്ന് ഹാൻഡ്ലൂം ഞങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വന്നു. അങ്ങനൊരു സിറ്റുവേഷൻ വന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചു കേട്ടോ, അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ഹാൻഡ്ലൂമിൻ്റെ സ്ഥലത്ത് തിരിക്കുന്നത് കേട്ടോ. നമുക്കിപ്പം പയ്യെ ഉള്ളിലേക്ക് കയറാം. എല്ലാം ചെറിയ ചെറിയ ബിൽഡിങ്ങുകളാണ്. ശരിപ്പൊക്കെ ഊരിയിടണം, എന്നാലും നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റും. കൂടുതലും മറ്റേ പവർ ലൂമാണ് ഇവിടെ ഉള്ളത്. നമുക്കിന്ന് ഹാൻഡ്ലൂം കാണാം. ഈ ചെറിയ വഴി കയറി ഇതാ ഇവിടെ അങ്ങനെ നമ്മളൊരു ഹാൻഡ്ലൂം സെറ്റപ്പിലെത്തി ഗൈസ്. ഇവിടെ എന്ത് പറഞ്ഞാൽ 2-3 പേര് ഉള്ളു കേട്ടോ ഈ ഒരു സംഭവത്തിനകത്ത്. 2 ഹാൻഡ്ലൂം വീവിങ് മെഷീനും ഒരു നൂലുണ്ടാക്കുന്ന ഒരു നമ്മുടെ ഗാന്ധിജിയുടെ ആയിരിക്കുന്ന ചർക്ക പോലത്തെ ഒരു ചർക്കയും ആണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ വെട്ടമുണ്ടായിരുന്നു. നമ്മുടെ ആദ്യത്തെ പവർ ലൂമിൻ്റെ ഫാക്ടറിയിൽ കയറിയതിനെക്കാട്ടും നല്ല ഒരു ഡബിൾ എമൗണ്ട് നമുക്കിവിടെ വെട്ടമുണ്ട്. റോഡ് സൈഡാണ്, അതുപോലെ തന്നെ നല്ല വെട്ടം ഉള്ളിലേക്ക് ജെല്ലൊക്കെ തുറന്നിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ മറ്റേ മെഷീൻ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത്ര അടപ്പ്. അതുപോലെ തന്നെ കുറേ മെഷീൻസ് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം കയറിയ ആ ഒരു ഫാക്ടറിയിൽ. ഇവിടെ ഇപ്പോൾ ഈ ഒരു 2 മെഷീനും 3 മെഷീനും ഒരു നമ്മുടെ ചർക്കയും മാത്രമേ ഉള്ളൂ. മെഷീനല്ല, 3 ഹാൻഡ്ലൂമിൻ്റെ മെഷീൻ എന്ന് പറയാൻ പറ്റുമോ? അത് ഹാൻഡ്ലൂം ആയതുകൊണ്ട് ഓക്കെ, എന്തെങ്കിലും ആട്ടെ. അതുപോലെ കേസ് എനിക്ക് ഇവിടെയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ. ഇവിടെയാണ് എടുക്കാൻ പറ്റിയത്. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു പോസിലാണ് എനിക്കത് കിട്ടിയത്. അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടത്. ഞാൻ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ എനിക്ക് ക്ലിക്ക് ചെയ്യാനും പറ്റി. അതൊരു വലിയ സന്തോഷമായിരുന്നു. ഒരു ഫോട്ടോ വന്നത് വളരെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ്. നമ്മളിവിടെ ഇങ്ങനെ ഈ ഒരു ഹാൻഡ്ലൂമിൻ്റെ മേളിൽ ആ ഒരു എന്താണ് ഇങ്ങനെ ഒരു നമ്മുടെ നൂലിൽ കൂടെ ഇങ്ങനെ ആ ഒരു ഉള്ളിൽ നിൽക്കുന്ന പ്രായമുള്ള അപ്പച്ചൻ്റെ ഫോട്ടോ എടുക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു നൂലുകളുടെ ഇടയ്ക്ക് കൂടെ അത് കിട്ടുന്ന രീതിയിൽ ഫോക്കസ് ചെയ്യാൻ ഇച്ചിരി പാടായിരുന്നു. ഇത്രയും വലിയ നൂലുകളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ പാടായിരുന്നു. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും ഒരു അപ്രതീക്ഷിതമായൊരു കാര്യമാണ് സംഭവിച്ചു. നമ്മുടെ അപ്പച്ചൻ പെട്ടെന്ന് ഞാൻ ഫോട്ടോ എടുക്കുന്നത് കണ്ടിങ്ങനെ ആ നൂലിങ്ങനെ ഒന്ന് മാറ്റി ഒന്ന് നോക്കി കേട്ടോ. അപ്പോൾ കറക്റ്റ് എനിക്കത് ക്ലിക്ക് ചെയ്യാനും പറ്റി. അതായിരുന്നു എൻ്റെ ബെസ്റ്റ് ഷോട്ട് ആ ഒരു ദിവസത്തെ.
കുറേ നേരം ഞാനിവിടെ നിന്നു. പ്രതീക്ഷിക്കാത്ത ആ ഒരു ഷോട്ട് കിട്ടിയപ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ്. ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. എത്ര വർഷമാണെന്ന് എന്നോട് ചോദിക്കരുത്. ആ ഒരു അപ്പച്ചനൊക്കെ അവിടെ നിൽക്കുന്ന ഏകദേശം പുള്ളിക്ക് 10-20 വയസ്സുള്ളപ്പോൾ തൊട്ട് അവിടെ വർക്ക് ചെയ്യുന്നതാണെന്നാണ് നമ്മുടെ ജോബി ബ്രോയുടെ കന്നഡയിലെ പുള്ളി സംസാരിച്ചത്. അവരുടെ മക്കളൊക്കെ വേറെ രീതിയിൽ ഈ ഒരു ജോബായിട്ട് മുമ്പോട്ട് പോകുന്ന ആൾക്കാരില്ല. ഇവരൊക്കെയാണ് ഇതിൻ്റെ അവസാനത്തെ കണ്ണികൾ. അതുപോലെ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്ന ഈ സിൽക്ക് സാരികളൊക്കെയാണ്. ഞാനവിടെ ഇതിൻ്റെ ബോക്സ് കണ്ടായിരുന്നു കേട്ടോ. മൈസൂർ സിൽക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ബാംഗ്ലൂരിലൊക്കെ മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് ഇവിടുന്ന് വരുന്ന സാധനങ്ങളാണ്. ഇവിടുന്നൊക്കെ വരുന്നത് ഹാൻഡ്ലൂമിൻ്റെ വരും, പവർ ലൂമിൽ നിന്നുള്ളത് വേറെ വരും. അതുപോലെ എല്ലാത്തിനും നല്ല റേറ്റാണ്. 6000 സ്റ്റാർട്ടിങ് വരുന്നത്, 6000 രൂപ. ഇത് നേരെ ഷോപ്പിൽ പോയി കഴിയുമ്പോഴേക്കും ഒന്ന് 10,000 ആയിരിക്കണം അവർ സ്റ്റാർട്ടിങ് കൊടുക്കുന്നത്. അങ്ങനെ കേസ് ഞാൻ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കേൾക്കുന്ന യഥാർത്ഥ സൗണ്ടുകൾ ഇതൊക്കെയാണ് കേട്ടോ. ഹാൻഡ്ലൂമിൽ താരതമ്യേന സൗണ്ട് കുറവാണ്. പവർ ലൂമിന് നല്ല സൗണ്ടായിരുന്നു, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാലും റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പാടായിരുന്നു. അതുപോലെ തന്നെ ഹാൻഡ്ലൂമിൽ ഒരു സാരി ഉണ്ടാക്കണമെങ്കിൽ കുറേ ടൈം എടുക്കും പവർ ലൂമിനെക്കാട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന കേസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി കേസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ആയിട്ട് ചെയ്യാൻ മറക്കണ്ട. കമൻറ്റ് സെക്ഷനിലും ഒരു ഹായ് എങ്കിലും പറയുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.